ഹായ് ഓൾ, ഏവർക്കും വോയിസ് ഓഫ് ഡോക്ടർ കെ കെ യൂസഫ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു ജിജ്ഞാസയോടുകൂടിയുള്ള ഒരു ചോദ്യം വന്നു. ഞങ്ങളൊന്നും സയൻസ് പഠിക്കാത്ത ആളുകളാണ്, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സാമൂഹ്യശാസ്ത്രം, എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്ന പല കുട്ടികളും ചോദിച്ചു, ഞങ്ങൾക്ക് എങ്ങനെയാണ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുക? അപ്പം ഞങ്ങൾക്ക് ഈ ജീവിതം കട്ടപ്പോകയാവും. കാരണം നിങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിനും ശാസ്ത്രീയമായ ഒരു വീക്ഷണം വേണം. ശാസ്ത്രീയമായ വീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. പലപ്പോഴും നമുക്കൊക്കെ വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് വളരെ പെട്ടെന്നായിരിക്കണം നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനം നമ്മൾ കൃത്യമായ സമയത്ത് എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ തീരുമാനമെടുക്കാൻ നമ്മൾ ഉണ്ടാവില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു പുലിയുടെ മുമ്പിൽ, ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ഒക്കെ നമ്മൾ അകപ്പെട്ടു പോയാൽ, ഇപ്പോൾ പണ്ട് കാലത്തെ മനുഷ്യന് കാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു കാട്ടുജീവി ആക്രമണം ഉണ്ടായാൽ ആ കാട്ടുജീവി ആക്രമണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയണം എന്ന് വളരെ ക്വിക്കായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് അവന് തന്നെ അറിയാം. അതിന് ഒന്നുകിൽ ഓടിപ്പോവുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. ഇപ്പോൾ സിംഹമായതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. എവിടേക്കാണ് ഓടി മറയേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക. ആ ഒരു ചിന്ത വളരെ ക്വിക്കായിട്ട് നമുക്കൊരു ചിന്ത വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രതികരിക്കാൻ നമ്മളെ പാകമാക്കുന്ന ഒരു രീതിയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ChatGPT ഒക്കെ വന്ന കാലത്ത്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വന്ന കാലത്ത് കുട്ടികൾ പറയുകയാണ്, ഞങ്ങൾക്ക് സത്യത്തിൽ ഈ ക്ലാസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ ഒരു വേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇൻഫർമേഷൻ്റെ ഒരു വേസ്റ്റ് കണ്ടമാനം, എത്രത്തോളം ഇൻഫർമേഷനാണ് ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. ഇതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ ഉണ്ട്, ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഉണ്ട്, നമ്മളെ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്, അപകടത്തിൽപ്പെടുത്തുന്ന ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഈ വേസ്റ്റ്, അതായത് ഇൻഫർമേഷൻ, ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് എന്നൊക്കെ പറയുന്ന വേസ്റ്റ് ഉണ്ടായി, ഇനിയിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വേസ്റ്റാണ്. ഇവിടെയൊക്കെയാണ് നമുക്ക് ശാസ്ത്രീയ ഒരു വിചിന്തനമുണ്ടാകും. എങ്ങനെയാണ് ശാസ്ത്രീയമായ ഒരു അവബോധം? അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സയൻസ് പഠിക്കണം തന്നെ ഇല്ല ശാസ്ത്രബോധം ഉണ്ടാകാൻ. ശാസ്ത്രീയമായി ശാസ്ത്രത്തിനൊരു മെത്തഡോളജി ഉണ്ട്. ആ രീതിയിൽ അതിനെ നമ്മൾ നിരീക്ഷിക്കുകയും അതിനെ പരീക്ഷിക്കുകയും അതിൽ നിന്ന് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുക. ഇത് നിരന്തരമായുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുമ്പോൾ സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് എല്ലാ രംഗത്തും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് താനെ ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട സമയത്ത്, ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഇതൊരു ഇൻസ്റ്റിക്റ്റ് ആണെന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ നൈസർഗികമായ ഒരു കഴിവാണെന്നുള്ളതാണ്. അതായത് നേരെ റോഡ്, നമ്മൾ സ്വബോധമുള്ളവരാരും നേരെ പോയിട്ട് റോഡ് നമ്മൾ ക്രോസ് ചെയ്യില്ല. ആ വരുന്ന വണ്ടിയുടെ വേഗത, നമുക്ക് എത്ര വേഗതയിൽ ആ റോഡ് മുറിച്ച് കടന്നാൽ ആ വണ്ടി നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ വളരെ ക്വിക്കായിട്ട് നമ്മുടെ ബോധത്തിൽ ഉദിച്ചു വരുന്നതെന്നുള്ളതാണ്. ഇത് തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ തീരുമാനമെടുക്കുന്ന, നമ്മൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത രീതിയിലുണ്ടാകുന്ന പല അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ശാസ്ത്രീയമായ രീതിയിലൊന്നുമല്ല നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത്. പലപ്പോഴും ചില പൊതുബോധങ്ങളുടെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2-3 തരം ഹാബിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ചൈൽഡിഷ് ഭാവം, എത്ര അഡൽട്ടായാലും എത്ര പ്രായപൂർത്തിയായാലും അയാൾക്കൊരു ചൈൽഡിഷ് ഭാവം ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു
പാരൻ്റൽ ഭാവം ഉണ്ടാവും, പിന്നെ ഒരു അഡൽട്ട് ഭാവം ഉണ്ടാവും. നമ്മൾ ഏത് ഏരിയയിലാണോ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു കുട്ടിയായിട്ട് മാറും. പൊട്ടിക്കരഞ്ഞ് നമ്മളാകെ വിഷമിച്ച് പ്രയാസപ്പെടുന്ന ചില സന്ദർഭങ്ങൾ, അവിടെ നമ്മുടെ ഒരു ചൈൽഡിഷ് ക്യാരക്ടറാണ് എല്ലാ സന്ദർഭങ്ങളിലും. അപ്പോൾ ചൈൽഡിഷ് ക്യാരക്ടർ ഒരു പക്വതയുള്ള ഒരാളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീക്കായി എന്നുള്ളതാണ്. അവിടെയാണ് അയാൾ അവിടെ വീക്കായി കഴിഞ്ഞെന്നുള്ളതാണ്. അവൻ ദുർബലനായി, കരഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ദുർബലനായി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പൊതുവെ ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം സ്ഥിരമായ ഒരു സ്വഭാവമല്ല. അവർ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലപ്പോൾ പ്രതികരിക്കും, ചിലപ്പോൾ കരയും. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവരുടെ അപ്പോഴത്തെ മനോനില അനുസരിച്ച് ഈ സ്വഭാവം അവരിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരിൽ ഉണ്ടാകേണ്ട പാരൻ്റൽ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻ്റൽ സ്വഭാവത്തിന് എപ്പോഴും ഒരു അതീശത്വ ഭാവം, ഒരു എന്താ പറയുന്നത്, ഒരു ആജ്ഞ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു കൽപ്പന കൊടുക്കുന്ന, ഞാനാണ്, എന്നിലൂടെയാണ് ഇതെല്ലാം കടന്നു പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ കേൾക്കണം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. പുറത്ത് നമ്മൾ കാണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കില്ല പലപ്പോഴും നമ്മുടെ വീട്ടിൽ. നമ്മുടെ അവിടെ തനിനിറം കാണാൻ സാധിക്കുന്നുള്ളതാണ്. അവിടെ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വളരെ കൽപ്പിതമായിട്ടൊക്കെ ഒരുപാട് വാക്കുകൾ, ഓരോരോ പ്രസംഗങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും നമ്മുടെ വീട്ടിൽ മാത്രം സ്വാതന്ത്ര്യം എന്ന് പറയുന്നില്ല, ഇല്ലേ? എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കൊടുക്കണം, അവരെ വിമോചിതരാക്കണം, അവരെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ ഇത്തിരി വിസമ്മതമുണ്ടെന്നുള്ളതാണ്. ഇത് തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ശാസ്ത്രത്തെ നമ്മൾ പഠിക്കുന്ന രീതി, ശാസ്ത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വസ്തു നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്, അതിനെ ഒബ്സർവ് ചെയ്യുക, അതിനെ നിരീക്ഷിക്കുക. ആ നിരീക്ഷിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചില ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാനൊരു മാന്യനായി നടക്കുന്നത്, ഗതികേട് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ എൻ്റെ നൈസർഗികമായ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, നമ്മളെ മേധാവികളൊക്കെ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടെ കടുത്ത ഭാഷയിൽ പറയുമ്പോൾ യെസ് സർ, യെസ് സർ, യെസ് സർ എന്നൊക്കെ പറയുക. വാസ്തവത്തിൽ ഇയാൾക്ക് ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. കാരണം ഗതികേട് കൊണ്ട് മാന്യനായി ജീവിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീലിങ്ങുകൾക്ക് നമ്മൾ വശംവദരാകാതെ ഒരു സയൻറ്റിഫിക്കായിട്ട്, അതായത് നമ്മളെ ബോധത്തെ കൺട്രോൾ ചെയ്യുകയും ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുക, നമ്മുടെ ആത്മവിശ്വാസം വളർത്തുകയും അതുപോലെ തന്നെ നമുക്ക് പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവുകയും ചെയ്യുക. ഇതാണ് ഒരു സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയൊന്നും നമ്മൾ പഠിച്ചു പോകണമെന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെ, ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ എങ്ങനെ സേവ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക. അത് വൈകാരികമായി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പം നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ചൂടായി സംസാരിച്ചാൽ അത് സംഘർഷത്തിൽ കലാശിക്കും, പക്ഷേ അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പഠനമാണ് നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക എന്ന് പറയാറുണ്ട്. അതായത് സ്കൂളുകളിലൊക്കെ നമുക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് കുട്ടികളെ ചിന്തിപ്പിക്കാൻ ട്രെയിനിങ് കൊടുക്കുക. സാധാരണ കേൾക്കാത്ത ഒരു പദമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതിനു വേണ്ട പരിശീലനങ്ങൾ. കാരണം സിറ്റുവേഷൻ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരേ സന്ദർഭമായിരിക്കില്ല പലപ്പോഴും ഉണ്ടാകുന്നത്. പല സന്ദർഭങ്ങളിൽ, പല സമയങ്ങളിൽ നമ്മുടെ മൂഡൊക്കെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ സോഷ്യോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള, നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള ഒക്കെ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ മൂഡൊക്കെ മാറുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൂഡ് എങ്ങനെ മാറിയാലും നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനുള്ള, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റുകളെ നിയന്ത്രിക്കാനുള്ള, നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റുകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കേണ്ടത്. എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൃഗമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില തീരുമാനങ്ങൾ
ഇപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ, അതായത് ഇക്കാലത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഗോത്രങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ അവർക്ക് പരിഹരിക്കാനുണ്ടായിരുന്നുള്ളൂ. ആ ഗോത്രം വിട്ട് അപ്പുറത്തുള്ള എല്ലാവരും അവരുടെ ശത്രുക്കളാണ്. അവരെ ആക്രമിക്കുക, അവരുടെ സ്വത്ത് കണ്ടുകെട്ടുക, അവരെ നമ്മൾ അടിമകളാക്കി മാറ്റുക. ഈ രീതിയായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ നാം വികസിച്ച് നമ്മളൊരു സമൂഹമായി മാറി, ഒരു രാജ്യമായി മാറി. അങ്ങനെ രാജ്യം ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ നമ്മളൊറ്റക്ക് ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും രാജ്യാന്തര ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ സങ്കീർണമായ തീരുമാനങ്ങളായാലും നമ്മൾ ആലോചിച്ചുകൊണ്ട് വളരെ ക്വിക്ക് ടെമ്പറായി മാറാതെ, ക്വിക്ക് ടെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശാസ്ത്രീയമായ ഒരു രീതി അല്ല എന്നുള്ളതാണ്. ആ ശാസ്ത്രീയമായ രീതിയിലേക്ക് വന്ന് പ്രശ്നങ്ങളെ വിമർശനാത്മകമായി നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇതിൽ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ, അതായത് രണ്ട് രീതിയിൽ, അതായത് അതിനെ പാസ്റ്റിലും അതുപോലെ തന്നെ പ്രസൻറ്റിലും ഭാവിയിലും, ഇതാണ് ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. അതായത് കഴിഞ്ഞ കാലം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായത്, ഭാവിയിൽ ഇന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെ ഉണ്ടാകും, ഭാവിയിൽ ഇതെങ്ങനെ വരും, ഭാവി കൂടി ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ ഈ ഇക്കോസിസ്റ്റത്തെയൊക്കെ നമ്മൾ കാണുന്നത്, ഇക്കോളജിയെ ഒക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഭാവിയിലേക്ക് വരുമ്പല്ലായികൾ കൂടി ചിന്തിച്ചിട്ടാണ്. നമ്മളൊരു പ്രശ്നം, ഒരു കാട് വെട്ടുക, ഒരു മല തുരന്ന് കളയുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് കരിങ്കല്ല് എടുക്കാനുള്ള ഒരു കോറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഭാവിയിൽ, വിദൂരമായ ഭാവിയിൽ, അത് കേവലം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ലാതായി മാറുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ വിലക്കയറ്റം ഉണ്ടാകും, പെട്രോളിൻ്റെ വില കൂടുതലുണ്ടാകും, പെട്രോൾ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു, സാധനങ്ങളുടെ ദൗർബല്യം അനുഭവപ്പെടുന്നു, ഇങ്ങനെ പല വിഷയങ്ങളും. ഇപ്പോൾ അമേരിക്കൻ ഓഹരി വിപണി തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ മാത്രമല്ല ബാധിക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ശാസ്ത്രീയമായ വഴികളിലൂടെ മാത്രമേ മനുഷ്യന് അത് കഴിയുള്ളൂ എന്നുള്ളതാണ് ഇന്നേ വരെ ലോകം അത് തെളിയിക്കുന്നത്. അശാസ്ത്രീയമായി നാം എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം നമുക്ക് ഉണ്ടായില്ലെങ്കിലും വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്കെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങൾ എപ്പോഴും നമുക്ക് സുഖമായി ജീവിക്കുന്നതിന് അനുകൂലമാക്കി മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കുക, കൂടുതൽ ആനന്ദകരമാക്കുക. പക്ഷേ ആ പ്രശ്നം തന്നെ വേറൊരു കൂട്ടർക്ക് അതൊരു വലിയ സങ്കീർണമായ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ആലോചിക്കേണ്ടി വരും. ആ ആലോചനയിലൂടെ ഇരുകൂട്ടർക്കും അത് നല്ല രീതിയിൽ, അതായത് ഭാവിയിൽ ദോഷമില്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് കൂടി അത് സുഭദ്രമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരാശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. സയൻറ്റിഫിക് ടെമ്പറിലൂടെ മാത്രമേ നമ്മൾക്ക് പ്രശ്നത്തെ വളരെ ശരിയായ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നാം തീർച്ചയായിട്ടും, അതിൻ്റെ വരുമ്പല്ലായികളെ തീർച്ചയായിട്ടും നാം അതിനെ മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ള കൂട്ടായ്മയിലൂടെ, ഒരുമിച്ചുള്ള തീരുമാനങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ശരി, ഇപ്പോൾ കുട്ടികളുടെ പഠനം മുതൽ അവരെ പഠിക്കേണ്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത് മുതൽ അവർ എവിടെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നാം തീരുമാനമെടുക്കേണ്ടത് എപ്പോഴും ഒരു സയൻറ്റിഫിക് പശ്ചാത്തലത്തിലായിരിക്കണം. ഇതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.